ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റീഡിങ്സ് ഓൺ ജെൻഡറിലെ ഒരു യൂണിറ്റാണ് മോഡ്യൂൾ 2-ലുള്ളത്. സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ദ ട്രാൻസ് സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി. ഇതെന്താണ് പറയുന്നത് വെച്ചാൽ, പലതരത്തിലുള്ള സ്ട്രക്ചറൽ വയലൻസ് ഉണ്ട്. അതായത് കാസ്റ്റ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, പാട്രിയാർക്കി ആയിക്കോട്ടെ, റേസിസം ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഒരുതരം സ്ട്രക്ചറൽ വയലൻസ് ആണ് എവിടെ നോക്കിയാലും കാണുന്നത്. കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രഗിൾ നടത്തുന്നു അല്ലേ. പിന്നെ ഇക്വാലിറ്റി പറഞ്ഞിട്ട് ആണ് പെണ്ണ് എന്നുള്ള ഒരു ഇക്വാലിറ്റി, അതൊക്കെ അങ്ങനെ പലതരത്തിലുള്ള സ്ട്രക്ചറൽ വയലൻസ് എന്നാൽ തന്നെ നമുക്കറിയാം എന്താ, ഭയങ്കര വിപ്ലവം അല്ലേ. വയലൻസൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കാണാം ട്രാൻസ് സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി. ട്രാൻസ് സ്ട്രഗിൾ അല്ലേ, നമുക്ക് കുറച്ചും കൂടെ ഇപ്പം പഴയ പോലെയല്ല, ഈ ഒരു ജനറേഷന് നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് ട്രാൻസ് സ്ട്രഗിൾ അല്ലേ. ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഇപ്പം നമുക്ക് ഫോം ഫില്ല് ചെയ്യാനും ജോലിയൊക്കെ കിട്ടാനൊക്കെ വേറൊരു കോളം കൂടെ ഉണ്ട്, ട്രാൻസ് ആണോ എന്നുള്ളത് അല്ലേ. പണ്ട് അങ്ങനെ ഒരു നിയമമോ, പണ്ട് അവർക്കൊരു റിസർവേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അവർക്ക് റിസർവേഷൻ ഉണ്ട്, അവർക്ക് കൂട്ടായ്മയുണ്ട് അല്ലേ. അപ്പം ആണ്, പെണ്ണ്, പിന്നെ ട്രാൻസ്, അവർക്ക് തീരുമാനിക്കാം അവരാണാണോ പെണ്ണാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പണ്ട് അവർ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എഴുതിയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇത്. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട്, അവർക്ക് അഭിമാനത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ കുറേ സ്ട്രഗിൾ ചെയ്തു. നമുക്കറിയാം, ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായ ടോർച്ചേഴ്സ് അവർക്ക് നേരിടേണ്ടി വരും. ഒന്ന് അവിടുത്തെ ലോക്കൽ ആൾക്കാരായിട്ട് അല്ലേ പിന്നെ അവിടുത്തെ പോലീസ് ഫോഴ്സായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ടോർച്ചറിങ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കൊരു ഫിലിം ഉണ്ട് അല്ലേ, ജയസൂര്യയുടെ ഒരു ഫിലിം ഉണ്ടല്ലോ ട്രാൻസ് ആയിട്ടുള്ള. അതായത് ജയസൂര്യ പോലീസാകുന്നതൊക്കെ ലാസ്റ്റ് ആൾ ആൺകുട്ടിയാണ്, പക്ഷേ വളരുന്നതനുസരിച്ച് ആളുടെ ഫെമിനിൻ ക്വാളിറ്റീസാണ് ആൾക്ക് ഉള്ളിലുള്ളത്. അങ്ങനെ എനിക്കൊന്നെന്തോ മേരിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ സം ഫിലിം ലൈക്ക് ദാറ്റ്. അപ്പം അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ടല്ലേ. എല്ലാവർക്കും ഡൗട്ടാണ്, നീ ശരിക്കും പെണ്ണാണോ, നീ ആണാണോ, നീ പെണ്ണാണോ, എന്നാൽ നിൻ്റെ പ്രൈവറ്റ് പാർട്സ് ഒന്ന് കാണിക്കൂ എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള ടോർച്ചറിങ്സൊക്കെ ധാരാളം പണ്ട് കാലത്തും ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആര്? ട്രാൻസ്. അവരൊത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട്. അവർക്കൊരു നല്ല ജോലി കിട്ടില്ല, സമൂഹം എപ്പോഴും അവരെ വെറുക്കപ്പെട്ട ആൾക്കാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു നല്ലൊരു ഒക്കേഷൻ, ഒരു വെഡിങ്ങോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സെറിമണീസ് നടക്കുമ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. പക്ഷെ ഇന്ന് ആ കാലമൊക്കെ മാറി. ഇന്ന് അവരെത്തിപ്പെടാത്ത മേഖലകളില്ല. മെഡിക്കൽ ആയിക്കോട്ടെ, ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ന്യൂസ് മീഡിയ ആയിക്കോട്ടെ, എവിടെയും അവരുടെ ഒരു കയ്യൊപ്പ് ഇന്നുണ്ട് അല്ലേ. ഇന്ന് കാലം മാറി. പക്ഷേ കുറേ ആൾക്കാർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുമ്പ്. അവരൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു യൂണിറ്റാണ് ഏത്, സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ദ ട്രാൻസ് സ്ട്രഗിൾ ഫോർ ഡിഗ്നിറ്റി. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അറിയാം ട്രാൻസ് ജെൻഡേഴ്സ് അവർ ചെയ്തിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സെക്സ് വർക്ക്സ് ആയിരിക്കും, കാരണം വേറെ ആരും അവർക്ക് ജോലിയൊന്നും കൊടുക്കില്ല. പിന്നെ ബെഗ്ഗിങ്, പിന്നെ അവർ ചെയ്യുന്നതാണ് ബെഗ്ഗിങ്. ജോലി കൊടുക്കില്ല, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ബെഗ്ഗിങ് ആണ് അവർ പിന്നെ ചെയ്യാറ്. കാരണം ആരെങ്കിലും അവർക്ക് ജോലി കൊടുത്തിരുന്നെങ്കിൽ അവർ സെക്സ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബെഗ് ചെയ്യാനോ ഒന്നും പോകില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ കാലമൊക്കെ മാറി അല്ലേ. യെസ്. പിന്നെ എന്താണ് പറയുന്നത് വെച്ചാൽ, ട്രാൻസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. കാരണം പ്രൊസീജിയേഴ്സിനെക്കാട്ടിൽ അധികം അവരെ ആരും ആദ്യം തന്നെ മൈൻഡ് ചെയ്യില്ല. കാരണം ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു ആക്സിഡൻ്റ് ആയിട്ട് എത്തിപ്പെടുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കിട്ടും, ഹോസ്പിറ്റലിൽ വേഗം പ്രൊവൈഡ് ചെയ്യും. പക്ഷെ പണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ അവരെ അങ്ങനെ ആരും അധികം മൈൻഡ് ചെയ്യാറില്ല. ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടാൻ കുറേ ആൾക്കാർ ലാഗ് ചെയ്യും. അല്ലെങ്കിൽ ഇനി വേറെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കൊലപാതകം, അതിൽ മരിച്ച ആൾ
നമ്മളെ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവിടെ പോലീസിൻ്റെ കേസ് അന്വേഷണമൊക്കെ എങ്ങനെയായിരിക്കും, ഒരു തണുപ്പ് മട്ടിലായിരിക്കും അല്ലേ. അതൊക്കെയായിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം മാറി. ഇന്ന് അവർക്കൊരു സൊസൈറ്റിയിലൊരു പ്രത്യേക കൺസിഡറേഷനൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാവരും അവെയറാണ്, എല്ലാവർക്കും നോളജ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർ നമ്മളെ പോലത്തെ ഹ്യൂമൻ ബീങ് ആണ് പെണ്ണെന്ന് പറയുന്ന പോലെ ട്രാൻസ്ജെൻഡേഴ്സും ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ഒക്കെ ഉള്ള കൺസിഡറേഷൻ ഇന്ന് കിട്ടുന്ന ഒരു ലെസണാണ് സ്ട്രക്ചറൽ വയലൻസ് ആൻഡ് ട്രാൻസ് സ്ട്രഗിൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു എസ്സേ ആക്കാൻ പറ്റും, ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് എക്സാമ്പിൾസ് വെക്കാൻ പറ്റും. നിങ്ങൾ കാണുന്ന ചുറ്റുപാടും കാണുന്ന അതായത് ഇന്ന് ആ മേഖലയിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലേ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് റീഡേഴ്സ്, ന്യൂസ് റിപ്പോർട്ടേഴ്സ്, അവരെയൊക്കെ നമുക്ക് നമ്മുടെ എസ്സേ എഴുതുമ്പോൾ നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ എസ്സേ നല്ല ഭംഗിയിൽ എഴുതാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്